ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പിസയുടെ റെസിപ്പിയുമായിട്ടാണ്. പിസ നമുക്ക് ഓവണിലും ഉണ്ടാക്കാം, ഓവൺ ഇല്ലാതെയും ഉണ്ടാക്കാം. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഓവൺ യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഓവണിൽ പിസ എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിസ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിനുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിനൊരു ഇളം ചൂടുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയി കിട്ടാനാണ്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നല്ലോണം ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ഒരു പിസയാണ് തയ്യാറാക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള പിസ തയ്യാറാക്കാൻ 1 കപ്പ് മൈദ മതിയാവുന്നതാണ്. ഇനി ആ മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. മാവ് സോഫ്റ്റായി കിട്ടുന്നത് വരെ നല്ലോണം കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴക്കുമ്പോൾ നമ്മുടെ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിനായിരിക്കും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മുടെ മാവ് അല്പനേരം ബൗളിലിട്ട് കുഴച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇങ്ങനെ 10-15 മിനിറ്റ് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്ത മാവാണിത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ബൗളിലേക്ക് ഒരല്പം ഓയിൽ ചേർത്തൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് അതിലേക്ക് വെച്ച് മാവിൻ്റെ മുകളിൽ കൂടി അല്പം ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. ഇനി ഈ മാവ് പൊങ്ങി വരാൻ വേണ്ടി ഏകദേശം ഒരു 2 മണിക്കൂർ വരെ അടച്ചു വെക്കുക. നമ്മുടെ പിസയുടെ ബേസ് റെഡിയാവണമെങ്കിൽ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റായി വരണം. അതിന് നമ്മുടെ മാവ് നല്ലോണം കുഴച്ചെടുക്കണം. നമ്മൾ ചിക്കൻ പിസയാണല്ലോ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറുതായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അല്പം മല്ലിയില, ഒരു 4 വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് ഉപ്പും അല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്ത ഈ മിക്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കൻ ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മിനിമം അരമണിക്കൂറെങ്കിലും ഈ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്. അതിനു വേണ്ടി അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ മറുവശം കൂടി മറിച്ചിട്ട് കൊടുത്ത് അതുപോലെ വറുത്തെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ടും എല്ലില്ലാത്ത പീസായതുകൊണ്ടും പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടുന്നതാണ്. ചിക്കൻ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടി കുക്കാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ 2 ഭാഗവും ഒരുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ കോരി മാറ്റിയ ചിക്കൻ ഞാനൊരു പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലോണം ഫെർമെൻ്റായി വന്നിട്ടുണ്ടാവും.
ഇനി ഈ മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ മാവ് ഈ ബൗളിൽ നിന്ന് മാറ്റി കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്ത മാവാണിത്. ഇപ്പം നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ട്രേയിൽ ഒന്ന് സെറ്റായി കൊടുക്കാം. അതിന് വേണ്ടി പിസ്സ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് നല്ലോണം തടവി അതിലേക്ക് നമ്മുടെ മാവ് വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. നല്ലോണം കൈവച്ച് പരത്തി കൊടുക്കുക. കൈവച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ കഴിയും. ഇനി ഇത് സൈഡിലൊക്കെ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഈ മാവ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ്. ഫോർക്ക് കൊണ്ട് നല്ലോണം ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സോസും വെജീസും ചിക്കനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്തിട്ടുണ്ട്. പിസ്സ സോസ് ഈ മാവിലേക്ക് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊന്നും ആവാത്ത വിധം ഇതിൻ്റെ നമ്മൾ ബോർഡർ വെച്ച് കൊടുത്തല്ലോ അതിൻ്റെ ഉള്ളിൽ മാത്രം ആവുന്ന രീതിക്ക് വേണം സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് അല്പം മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ചീസി ആയിട്ടുള്ള പിസ്സയാണ് വേണ്ടതെങ്കിൽ നല്ലോണം ചീസ് ചേർത്ത് കൊടുക്കണം. ചീസ് ചേർത്തതിന് ശേഷം ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കേണ്ടതില്ല. ചിക്കനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വെജീസായിട്ട് ഉപയോഗിക്കുന്നത് അല്പം സവാളയും ക്യാപ്സിക്കവുമാണ്. ക്യാപ്സിക്കം നിങ്ങളടുത്ത് ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ കളറുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചുവപ്പും പച്ചയും കളറിലുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സവാള കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. സവാള വെച്ച് കൊടുത്തതിന് ശേഷം റെഡ് ക്യാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്തത് വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഗ്രീൻ ഒലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഒലീവ്സും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയും കൂടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് സ്ലൈസ്ഡ് ചീസ് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടുമ്പോൾ നമ്മുടെ പിസ്സക്ക് ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ചീസൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം ഒറിഗാനോ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒറിഗാനോ മസ്റ്റായിട്ടും നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കണം. അത് പിസ്സക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇനി സെറ്റ് ചെയ്ത് വെച്ചത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഓവൻ ഇവിടെ 220 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്തെടുത്ത ഓവനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പിസ്സയും കൂടി വെച്ച് 220 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഓവൻ സെറ്റ് ചെയ്ത് കൊടുത്ത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 12 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് ഓവൻ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കി.
അപ്പോഴേക്കും നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 12 മിനിറ്റ് കൊണ്ട് 220 ഡിഗ്രിയിൽ നമ്മുടെ പിസ്സ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്ത പിസ്സ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ പിസ്സ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവൻ വീട്ടിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും പിസ്സ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.